സംസ്ഥാന കലോത്സവത്തിലെ ആദ്യ നാടകം ചുരുക്ക് അതൊരു അവതരിപ്പിച്ചവരും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരുമാണ് ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. പേരെന്താ? എൻ്റെ പേര് നിപുൺ. നമ്മുടെ ചുരുക്ക് നാടകം അത് ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. നിറഞ്ഞ സദസ്സായിരുന്നു, ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു, വലിയ കയ്യടി നേടിയ നാടകമായിരുന്നു. എന്താണ് ചുരുക്ക് എന്ന നാടകം? അതിവണ്ണ സന്തോഷമുണ്ട്. കൊല്ലത്തെ ഈ സംസ്ഥാന കലോത്സവത്തിൽ വന്ന് ഇത്രയും മികച്ച ഒരു വേദിയിൽ, ഒരുപാട് മഹാരഥന്മാർ കളിച്ചിറങ്ങിയ വേദിയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ നാടകം കളിക്കാൻ പറ്റിയതിൽ ചുരുക്ക് എന്ന് പറയുന്ന ഈ നാടകം പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. അവരുടെ ആവശ്യങ്ങൾ, അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ നാടകം പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം. ഈ ഒരു നാടകം ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു നാടകത്തിന് തോട്ട് വന്നിട്ടുള്ളത് ഈ പ്രശസ്ത കവിയായിട്ടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അദ്ദേഹത്തിൻ്റെ തോട്ടി എന്ന് പറഞ്ഞ കവിതയിലെ ആ കവിതയാണ് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിനെ നമുക്ക് സമൂഹത്തിലേക്ക് പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം സംവിധായകർ എന്ന് പറയുന്ന ഞങ്ങളെല്ലാവരും ഈ യുവ എന്താ പറയുക നാടകങ്ങൾ അഭിനയിച്ച് നാടകങ്ങൾ ചെയ്തുകൊണ്ട് നാടകങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും നല്ല കുട്ടികളെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നാടകം ഈ ഒരു എന്താ പറയുക ഇത്രയും ജനപ്രിയമായി കളിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് 10 പേരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെയായിരുന്നു ഈ നാടകം അവതരിപ്പിക്കാനായി കണ്ണൂരിൽ നിന്ന് വന്നത്. അതിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. എന്താ പേര്? അമൃത, അനിരുദ്ധ്, അന്ന, ദേവാഞ്ജലി. ഓക്കെ, എന്താണ് ഈ ഒരു തീം എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം? അങ്ങനെ ചോദിച്ചാൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ തോട്ടി എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ് ഈ തീം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതും. ഞാൻ അന്വേഷിച്ച് പറഞ്ഞു, ഇത് സംവിധാനം ചെയ്തതും എല്ലാം ചെയ്തത് നിങ്ങൾ കുട്ടികൾ തന്നെയാണ്, മുതിർന്ന ആൾക്കാരും കൈയെടുത്തില്ലൊക്കെ പറഞ്ഞു, ശരിയാണോ? നാടകം സംവിധാനം ചെയ്തത് കൊച്ചുവേട്ടൻ. ഏട്ടനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ നിപുണേട്ടൻ ബ്രണ്ണൻ കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ നമ്മളും. അപ്പോൾ അവർ വന്നു, അവർ നാടകത്തിൽ അഭിനയിച്ച് മികച്ച നടനമൊക്കെ ആയി ഇതുപോലുള്ള വേദികൾ കൈകാര്യം ചെയ്തവരാണ് നമ്മുടെ സംവിധായകർ. അവരും നമ്മളൊക്കെ ചേർന്ന് നമ്മുടെ നാടകമാണ് എല്ലാവരും കൂടി ചെയ്ത് ഞങ്ങളെല്ലാവരും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. വലിയൊരു ടീം നിങ്ങളെ നാടകത്തിനൊപ്പം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു, ശരിയാണോ? ഇവിടെ വലിയൊരു ടീം ഉണ്ടല്ലോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നാടകത്തിലെ പ്രധാന ക്യാരക്ടർ ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ പേര് അക്ഷത്. പക്ഷേ എന്ത് ക്യാരക്ടറായിരുന്നു നാടകത്തിൽ? ഞാൻ തോട്ടികളുടെ അമ്പു ഒരു ക്യാരക്ടർ. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഒപ്പത്തിനൊപ്പമുള്ള പ്രകടനമാണ് ഞാൻ കണ്ടു, പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും മികച്ച പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. എങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാടകത്തിനുള്ള? വളരെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. സാറ് പ്രിൻസിപ്പളായിക്കോട്ടെ നല്ല രീതിക്ക് തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. നല്ല അടിപൊളി. ജില്ലയിൽ മത്സരം കടുപ്പത്തിലായിരുന്നോ? ഏറെക്കുറെ. അപ്പോൾ വലിയൊരു കടമ്പ കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് 1ാം സ്ഥാനം വാങ്ങി കണ്ണൂരേക്ക് മടങ്ങണമല്ലേ? ഓഫ് കോഴ്സ്. ബാക്കി നാടകങ്ങളൊക്കെ കാണാൻ നിൽക്കുന്നുണ്ടോ? കാണും. എല്ലാം കണ്ട ശേഷം? എല്ലാം കണ്ടതിന് ശേഷം റിസൾട്ട് എല്ലാം അറിഞ്ഞിട്ട് മെല്ലെ പോകുന്നുള്ളൂ. അപ്പോൾ കപ്പും വാങ്ങി പോകാനാണ് കണ്ണൂരിൽ നിന്ന് ഈ നാടക ടീം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിക്കൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.